കാൽവിൻ പെർഫ്യൂംസിന്റെ 42ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ഒരു റയർ ഇൻ ദ മാർക്കറ്റ് പെർഫ്യൂം, അതായത് വെറ്റിവെയറിനെ ബേസ് ചെയ്തിട്ടുള്ള പെർഫ്യൂം, രണ്ട് പെർഫ്യൂംസിനെ പരിചയപ്പെടുത്തിയായിരുന്നു. ക്രീഡിന്റെ പെർഫ്യൂമും ഗേർലിന്റെ പെർഫ്യൂം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേരെന്നെ വിളിച്ചു, ഭയങ്കര സന്തോഷം. ഒരുപാട് പേര്, കുറച്ച് പേര് ഓർഡർ തന്നിരുന്നു കേട്ടോ. ഒരുപാട് പേര് വിളിച്ചു, സംസാരിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് ഡിസ്കഷനിൽ എനിക്ക് പലരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. സോ അത് ഭയങ്കര സന്തോഷം. പക്ഷെ അവരുടെ ചോദ്യങ്ങളിൽ നിന്നുള്ള വന്ന ഒരു 1-2 ഡൗട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ആൽക്കഹോളിക് പെർഫ്യൂം വേഴ്സസ് നോൺ ആൽക്കഹോളിക് പെർഫ്യൂംസ്. ഒന്നുമില്ല, ആൽക്കഹോൾ ഉള്ള പെർഫ്യൂമും ആൽക്കഹോൾ ഇല്ലാത്ത പെർഫ്യൂമും, ആ ഒരു ഡിഫറൻസ്, അതിനെ ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്നുള്ള എനിക്ക് ഇന്ന് തോന്നുന്നു. ബേസിക്കലി നമ്മൾ ഉപയോഗിക്കേണ്ട പെർഫ്യൂംസ് എന്താണെന്ന് പലർക്കും കൺഫ്യൂസ്ഡ് ആണ്. ഓയിലുള്ള മീൻസ് ഓയിലായിട്ട് ഉപയോഗിക്കണോ, അതോ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കണോ, ആൽക്കഹോൾ ഉള്ളത് ഉപയോഗിക്കണം, ആൽക്കഹോൾ ഇല്ലാത്തത് ഉപയോഗിക്കണം, അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ വ്യത്യസ്തത എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അറിവ് വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ആൽക്കഹോളിക് പെർഫ്യൂം മീൻസ് പെർഫ്യൂംസ്, എല്ലാവരും നമ്മൾ പെർഫ്യൂം എന്ന് പറയുന്ന സാധനം, അതിന്റെ ഒരു പ്രവർത്തന മീൻസ് നമുക്ക് മണത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമായിട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രൊഡക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിൽ എപ്പോഴും ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ട്. ഈ ആൽക്കഹോളിന്റെ കണ്ടന്റിനെ വെച്ചിട്ടാണ് ആ പെർഫ്യൂംസിനെ പലതായിട്ട് തിരിച്ചേക്കുന്നത്. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും, പലരും ചോദിക്കാറുമുണ്ട്, ഉണ്ടാക്കുന്ന പെർഫ്യൂം EDT ആണോ, EDP ആണോ, പെർഫ്യൂം ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിലുപയോഗിക്കുന്ന ആൽക്കഹോളിന്റെ പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഞാനൊരു വീഡിയോയിൽ അതിൽ വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആൽക്കഹോൾ ഉള്ള പെർഫ്യൂം അത് ഇതിന്റെ മണം സ്പ്രെഡ് ചെയ്യുന്നത് അതിലുള്ള ആൽക്കഹോളിനെ ബേസ് ചെയ്തിട്ടാണ്. മീൻസ് ആൽക്കഹോളിന്റെ പ്രവർത്തനം കൊണ്ടാണ്. നമ്മൾ സ്പ്രേ അടിക്കുമ്പോൾ അതിൽ ആൽക്കഹോൾ വേപ്പറൈസ് ചെയ്ത് പോകും. ഈ വേപ്പറൈസ് ചെയ്ത് പോയിട്ട് അന്തരീക്ഷത്തിലേക്ക് ദൂരത്തേക്ക് ട്രാവൽ ചെയ്യും. ആ ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ അകത്തുള്ള ഓയിലിന്റെ സ്മെല്ലും കൂടി ചേർന്നായിരിക്കും സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തുള്ള ആളുകളിലേക്കൊക്കെ മണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. നമ്മൾ നടന്നു പോയി കഴിയുമ്പോഴും ആ മണം അവിടെ ഉണ്ടാവുന്നത് ആ എയറിലെ ആ മണം നിൽക്കുന്നത് കൊണ്ടാണ്. ആ ആൽക്കഹോളിന്റെ പ്രോപ്പർട്ടി അതാണ്, ആ വേപ്പറൈസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന മണം. അത് തന്നെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. നമ്മൾ ഈ അടിക്കുന്ന സ്പ്രേ പുറത്താണെന്നുണ്ടെങ്കിൽ, വെയിലത്താണെന്നുണ്ടെങ്കിൽ, നല്ല കാറ്റുള്ള സ്ഥലത്താണെങ്കിൽ ഈ വേപ്പറൈസ് ചെയ്ത് പോകുന്ന ആ സ്മെല്ല് അങ്ങനെ തന്നെ പോകും. ആൽക്കഹോൾ വറ്റിപ്പോവും, ചൂടത്ത് പെട്ടെന്ന് വറ്റിപ്പോവും, പെട്ടെന്ന് അങ്ങ് എവാപ്പറേറ്റ് ചെയ്തങ്ങ് പോകും. കാറ്റുള്ള സ്ഥലത്താണെങ്കിൽ ഇതങ്ങ് പറന്നു പോകും, അന്തരീക്ഷത്തിൽ മണം നിൽക്കില്ല, അങ്ങ് പോയി, മണം അങ്ങ് പോയി. അപ്പൊ ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജും അതിന്റെ ഡിസഡ്വാൻറ്റേജും. മനസ്സിലായില്ല. നമ്മൾ പുറത്തിറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ, വല്ല വെയിലുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ബേസിക്കലി ആൽക്കഹോൾ ഉള്ള പെർഫ്യൂം നമുക്ക് ഒരുപാട് ലാസ്റ്റിങ് കിട്ടില്ല, പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. പ്രത്യേകിച്ച് കേരളത്തിലെ ക്ലൈമറ്റ് ചൂടുള്ളതാണല്ലോ, എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യമാണ്, നല്ല ഹീറ്റുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത് ഇൻസൈഡാണ്. ഇൻസൈഡ് നമ്മുടെ റൂമിൽ, AC റൂമിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മണം അങ്ങനെ കിടന്നോളും, അങ്ങനെ വേപ്പറൈസ് ചെയ്ത് പോകില്ല, നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളും. എല്ലാ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും, നമ്മുടെ അടുത്തുള്ള ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. നമ്മളൊരു പാർട്ടിക്ക് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ ഭയങ്കര ചൂടുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കാറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇത് കഴിവതും യൂസ് ചെയ്യാതിരിക്കുക. മീൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വലിയ പ്രയോജനം ഉണ്ടാവില്ല. അവിടെയാണ് നമുക്ക് ഈ ആൽക്കഹോൾ ഇല്ലാത്ത നോൺ ആൽക്കഹോളിക് പെർഫ്യൂംസിന്റെ ഉപയോഗം വരുന്നത്. അതിന് 100% പെർഫ്യൂമിന്റെ ഓയിലാണ്. അത് നമ്മൾ ഡ്രസ്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആദ്യമേ തന്നെ ഞാൻ പറയാം, ഇത് സ്പ്രെഡ് ചെയ്യില്ല. സ്പ്രെഡ് ചെയ്യാൻ അതിൻ്റെ ആൽക്കഹോൾ ഇല്ല, പരക്കൂല. അപ്പൊ ഈ മണം ഒരുപാട് ദൂരത്തേക്ക് ട്രാവൽ ചെയ്യില്ല, നമുക്ക് ചുറ്റും ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ആ മണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കും. അതിന് പോകാനുള്ള ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞ ദൂരത്തേക്കേ പരക്കുള്ളൂ, പക്ഷെ ആ മണം അവിടെ കിടക്കും. നമ്മളിപ്പോൾ വെയിലത്ത് നിന്നാലും ഇതൊരു ഓയിലാണല്ലോ, നമ്മളിപ്പോൾ വെളിച്ചെണ്ണ തൂത്താലും ഒരു പാട് കിടക്കുമല്ലോ, അതുപോലെ ഇതും ഒരു ഓയിലാണ്. അപ്പൊ ഈ ഓയിൽ വറ്റിപ്പോവില്ല, അതിങ്ങനെ കിടക്കും. പിറ്റേ ദിവസം ഷർട്ട് എടുത്ത് ഉണക്കുമ്പോഴും ആ മണം അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത്രയും ലാസ്റ്റിങ് അതിന് കിട്ടും. മണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ മണം ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ ആൽക്കഹോൾ ഉള്ള പെർഫ്യൂംസിന് നമുക്ക് ആ മണം ഫീൽ ചെയ്യില്ല, കാരണം മണം പരന്നു പോകുന്നതുകൊണ്ട് മറ്റുള്ളവരിലേക്കായിരിക്കും കൂടുതലും മണം
ചെല്ലുക. ഇതിൽ പക്ഷേ നമുക്ക് ആ മണം കിട്ടും, കാരണം നമ്മുടെ ചുറ്റുമായിരിക്കും ആ മണം നിൽക്കുന്നത്. ഇതിന്റെ ലാസ്റ്റിങ് ഹെവി ആയിരിക്കും, കാരണം ഓയിൽ വറ്റിപ്പോണ വരെ, ഈ ഓയിലല്ലേ, ഓയിൽ വറ്റിപ്പോണ വരെ അതിന്റെ സ്മെല്ല് അവിടെ ഉണ്ടാവും. പിന്നെ ഈ മണത്തിന്റെ സ്ട്രെങ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓയിലിനെ ബേസ് ചെയ്തിരിക്കും. മണം പലതുണ്ടല്ലോ, മണം പല ടൈപ്പ് മണം ഉണ്ടല്ലോ. വളരെ മൈൽഡ് ആയിട്ടുള്ള മണം, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടിയ സ്ട്രെങ്ത് ഉള്ള മണം, അല്ലെങ്കിൽ ഹെവി മണം. അത് നമ്മൾ എന്ത് സെലക്ട് ചെയ്യണോ അതനുസരിച്ചിരിക്കും ഇതിന്റെ എന്താ പറയുക സ്ട്രെങ്ത്തും ദൂരത്തേക്ക് ട്രാവൽ ചെയ്യണതിന്റെ ആ ഡിസ്റ്റൻസും ഒക്കെ കിട്ടുക. വളരെ മൈൽഡ് ആണെങ്കിലും സോഫ്റ്റ് ആണെങ്കിലും ഹെവി ആണെങ്കിലും മണം ആ സ്ട്രെങ്ത്തിൽ അങ്ങനെ കിടക്കും, പോവൊന്നുമില്ല, അവിടെ ഉണ്ടാവും, നമുക്ക് കിട്ടും അത്. പക്ഷെ ദൂരത്തേക്കൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടിയ ഓയിൽ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ദൂരത്തേക്ക് അത് ട്രാവൽ ചെയ്യുന്നത്. ഇതാണ് അത് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. പക്ഷെ ഈ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു മെയിൻ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആ ഓയിൽ എടുത്ത് നമ്മുടെ ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ അവിടെ പാട് വീഴും. അതൊരു വലിയൊരു പ്രോബ്ലം, നമുക്ക് ഇത് ചെയ്യാൻ പാടാണ്. പിന്നെ പലരും അതിനൊക്കെ ചെയ്യണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്, അവിടെ ഇവിടെയൊക്കെ പുരട്ടിയിട്ട് അപ്ലൈ ചെയ്ത് പരത്തിയെടുക്കുക ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉള്ളത്. ചിലർ ഈ ഓയിലാണ് പലരും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യണത്, അവിടെയും ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യണത് ഓയിലാണ് പലരും സ്കിന്നിൽ അപ്ലൈ ചെയ്യണത്. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല, കാരണം ഇതൊക്കെ കെമിക്കൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് ഒരിക്കലും സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ പലരും അങ്ങനെയാണ് ചെയ്യണത്. ഈ ഓയിൽ മേത്ത് പുരട്ടുമ്പോൾ പാട് വരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള വേർപ്പിന്റെ മണവും ഇതിന്റെ മണവും ഒക്കെ ആയിട്ട് ചേർന്ന് വേറൊരു ഔട്ട്പുട്ട്, ചിലർക്ക് നല്ലതായിരിക്കും, ചിലർക്ക് അത് ഇതുമായിരിക്കും. അപ്പൊ നമുക്ക് ഏത് ടൈപ്പ് പെർഫ്യൂമാണ് വേണ്ടത്, ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ ചൂസ് ചെയ്യുക. നമ്മളിപ്പോ ഒരു ടൂറൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് പുരട്ടി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ ഓഫീസിലൊക്കെ പോകുമ്പോൾ എപ്പോഴും പെർഫ്യൂംസ് ആയിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ ചൂസ് ചെയ്യണ അനുസരിച്ചിട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും ഒരു സജഷൻ, എസ്പെഷ്യലി പറയുന്ന ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർഫ്യൂം സ്പ്രേ അപ്ലൈ ചെയ്ത് കേരളത്തിന്റെ ഒരു വെതറിൽ വെച്ചിട്ടാട്ടോ ഞാൻ ഈ പറയുന്നത്. പെർഫ്യൂം സ്പ്രേ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെവി ലാസ്റ്റിംഗ് ആയിരിക്കും. അതൊരു സജഷനായിട്ട് ഞാൻ പറയുകയാണ്. അതിൻ്റെ തന്നെ ഓയിൽ എടുക്കുക, ഓയിലും മേടിക്കുക. അപ്പോൾ രണ്ടും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് എത്തുന്നവരേക്കും എല്ലാവർക്കും